നിനക്ക് എത്ര കിലോ പറഞ്ഞേ? ആക്രാന്ന് കാണിക്കല്ലേ, ആട്ടിന്റെ തരയെടുത്ത് പോകാൻ നോക്കുന്നു. എല്ലാവരും കൂടി തിരക്കാക്കല്ലേ, ഇതേ വെട്ടുന്നുണ്ടില്ലേ അവര് ചേട്ടാ. പെരുന്നാളായതുകൊണ്ടായിരിക്കും അല്ലേ ഭയങ്കര തിരക്ക്. നല്ല തിരക്ക്, ഞായറാഴ്ച കൂടെ അല്ലേ. പറമ്പാ നിന്ന് താളം തുള്ളാതെ വേഗം വെട്ടി നുറുക്ക്. ആൾക്കാർ കൂടുന്ന കാണുന്നില്ലേ? എന്റെ കുര്യൻ ചേട്ടാ, നിങ്ങൾ ഈ പറയുന്ന പോലെ ചറവറാന്ന് വെട്ടിയിട്ട് എന്റെ വിരലും കൂടെ തൂക്കി കൊടുക്കാനാ? ഇറച്ചിക്ക് വരുന്നവരല്ലേ, ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് അല്ലേ? കണ്ടാ, അവർക്ക് തിരക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കാ ആ കരളെല്ലാം നുറുക്കിയിട്ടേക്കണേ. ആ പതപ്പയും കൂടി. പതപ്പ് മാത്രം ആക്കണ്ട, ചങ്കും മാങ്ങയും എല്ലാം അങ്ങ് തൂക്കിയേക്കാം പോരെ? ചേട്ടാ നമ്മളാണ് ആദ്യം വന്നേ. ആ ദേവസ്യനെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. കൊറോണ വന്നേ പിന്നെ മനുഷ്യൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. കൊച്ചു വരുന്നുണ്ടേ മടത്തുനിന്ന്. നീ 2 കിലോ നല്ല ഇറച്ചി തൂക്കിക്കേ. അല്ല അപ്പം നിങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ തീർന്നോ? എടുത്തു കൊടുക്കട പറമ്പ. ആ ചാച്ചനെന്താ താമസിച്ചേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, കവലയിൽ നല്ല തിരക്കായിരുന്നു. പോരാത്തതിന് പള്ളി പിരിഞ്ഞ സമയം. നീ ചാച്ചൻ എന്തെങ്കിലും കുടിക്കാൻ ഇങ്ങടുത്തെ? ഇപ്പം എടുക്കാം. ഡേ, ആ കാലത്തിൽ നിന്ന് കുറച്ച് ചായ എടുത്തോ, കുറച്ച് അധികം എടുത്തോ, എനിക്ക് വേണം. നിങ്ങളിന്ന് പള്ളിയിൽ പോയില്ലേ? 2ാം കുർബാനയ്ക്കുള്ള സമയമായല്ലോ. ഞാൻ വൈകുന്നേരം പോകണുള്ളൂ. ഈ ഇത്തിരി വെള്ളം കോരി വെച്ച് എനിക്കൊന്ന് മേലെ എഴുതണം. കോര. നിങ്ങളോട് കുർബാന കഴിഞ്ഞിട്ട് അച്ഛനൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? ഞാൻ ചോദിച്ചതാ, പറഞ്ഞില്ല. അത് ഞാൻ കണ്ടോളാം. മോളിന്ന് വരുന്നില്ലേ? അവളവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, 4 മണിക്കുമ്പോ എത്തും. 2 ദിവസം നിൽക്കുവോ? അറിയില്ല. ചേച്ചിക്ക് 2-3 ദിവസം നിന്നിട്ട് പോയാലെന്താ? വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ. നീ പറയും പോലെയല്ല, മഠത്തിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ജസ്റ്റിനാണല്ലോ. ഇവളുടെ കയ്യിൽ എവിടുന്ന ഒരു കൊച്ച്? ഇവള് കെട്ടിയോ? ഒരു കന്യാസ്ത്രീ അല്ലേ, പരദോഷം പറയല്ലേ? ഓ, നീ വലിയൊരു പുണ്യാളൻ. ജസ്റ്റിന വരുന്ന വഴിയാണോ? അതെ. ഇതെന്താ ഇതിൽ ഓടി വരുന്നത്? ഏയ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. ഏത് കൊച്ച്? അതൊക്കെ പിന്നെ പറയാം. നല്ല ടയേർഡാ. നാളെ കാണാം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒരുപാട് പറഞ്ഞ കാര്യങ്ങളല്ലേ. ബൈ ബൈ, നാളെ കാണാം. രാത്രിയെ വീട്ടിൽ വരാം. അയ്യോ വേണ്ട വേണ്ട, ജോമോൻ പൊക്കേ. മോളെ. അമ്മേ. എന്താ അമ്മേ, ഫുള്ള് അഴുക്കാ. രാവിലെ ഇറങ്ങിയതല്ലേ, ഞാനൊന്ന് കുളിക്കട്ടെ. വാ. ഇതേതാ മോളെ ഈ കുട്ടി? ഇവന്റെ പേര് അനീജ് എന്നാമേ. വഴി കിടന്ന് കിട്ടിയതാ അല്ലേടാ? മടിച്ചിക്കാതെ കേരടാകത്തേക്ക്. എല്ലാം ഞാൻ പറയാമേ, ഇങ്ങ് വാ. കഴിഞ്ഞ ആഴ്ച നിന്റെ ഇന്റർവ്യൂ TV-യിൽ വന്നപ്പോൾ ചാച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, TV-കാർക്ക് അതൊരു പുതുമയുള്ള കാര്യമല്ലേ. ഒരു കന്യാസ്ത്രീ ക്യാമറയും തൂക്കി പുറത്തേക്ക് ഇറങ്ങാ ഷൂട്ട് ചെയ്യുക. ഒരു കൗതുകം. മഠത്തിൽ നിന്ന് എതിർപ്പൊന്നും ഇല്ലേ മോളെ? ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ, എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത് റെജിയും റിജോയുവാ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല. പള്ളിയിൽ നിന്ന് അച്ഛൻ ചാച്ചനെ വിളിച്ചിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ലെന്നാ ചാച്ചനോട് അച്ഛൻ പറഞ്ഞത്. ഇതിനെന്താ അമ്മ ഇത്ര ശരിക്കേട്? ഇതൊരു ജോലി മാത്രമല്ലേ. നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു. സ്കൂളിൽ തന്നെ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നു, ഹോസ്പിറ്റലും ജോലി ചെയ്യുന്നു, ഡോക്ടേഴ്സായിട്ടും നേഴ്സായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നു.
ഇതും അതുപോലെ കണ്ടാൽ മതിയല്ലോ. ആ എനിക്കൊന്നും അറിയില്ല. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ക്യാമറ ഞാൻ നീയാണെന്ന് ടി വിന്ന് എനിക്ക് മനസ്സിലായി. നീ പോകുന്നതിൽ അമ്മയ്ക്ക് സന്തോഷക്കുറവൊന്നുമില്ല. ആ നീ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മടമക ഓർഫനേജിലുള്ളതാ. ഞാനൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. അപ്പൊ ഇവര് വീട്ടിലൊക്കെ വിടുവോ? അവർക്കും ഇല്ലേ അമ്മ ആഗ്രഹങ്ങള്? അമ്മ പിന്നെ ടെറസിന് മുകളിൽ പോണം പോലും. വേണ്ട വേണ്ട, ഇവിടെ നിന്ന് കളിച്ചാൽ മതി. വാടാ. ചാച്ചനെ കണ്ടില്ലല്ലോ അമ്മേ. ചാച്ച മോള് വരുന്ന സന്തോഷത്തില് രാവിലെ മുതലേ ഓടി നടക്കുകയായിരുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. സ്വർഗസ്നായ ഞങ്ങൾ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ജസ്റ്റിന, ജസ്റ്റിന, എന്റെ ഈശോയെ, ജോമോനെ നിന്നോടല്ലേ ഞാൻ വരില്ലെന്ന് പറഞ്ഞത്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതൊക്കെ പിന്നെ, ഇപ്പൊ നീ പോയേ. ഹേയ് ജസ്റ്റിന പ്ലീസ്. ജോമോനെ നീ ഒന്ന് പോവോ? ജസ്റ്റിന, എനിക്കിപ്പോഴും നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ? ജസ്റ്റിന. വേണ്ട. മോളെ, ദാ. ജസ്റ്റിന, ഞാനൊരു കാര്യം പറയട്ടെ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ഇപ്പൊ ഒന്ന് പോ ജോമോനെ. ഞാൻ പോയിക്കോളാം. പ്ലീസ്, അമ്മ കണ്ട ആകെ പ്രശ്നമാവും. ആരും കാണില്ല. എത്ര വട്ടം ഞാനിവിടെ വന്നിരിക്കുന്നു. അതൊക്കെ നീ മറന്നുപോയോ? നീ ഇപ്പം മുമ്പത്തെക്കാളും ഒരുപാട് ഭംഗി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നീ എന്ത് സുന്ദരിയാണെന്നറിയാവോ? നിനക്കതൊക്കെ തോന്നും. നീ ഇപ്പൊ ഒന്ന് പോയേ. ചെല്ല്. ഗുഡ് നൈറ്റ്. നാളെ കാണാം. നീ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത്? രാത്രി വീട്ടിൽ വരാന്നൊക്കെ പറഞ്ഞോ? ആരെയും കണ്ട എന്താ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കന്യാസ്ത്രീയല്ലേ? നീ അതാ ആലോചിക്കണ്ടേ? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, വന്ന് കണ്ടു. പഴയ ജസ്റ്റീനയല്ല ഞാൻ. ഞാൻ ഇന്ന് പുതിയൊരു ജീവിതം നയിക്കുക. അതിനൊരു ചട്ടക്കൂടുണ്ട്, ഒരു പവിത്രതയുണ്ട്. അതൊന്നും മറക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എനിക്ക് കാണണമെന്ന് തോന്നി, വന്ന് കണ്ടു. ജോമോൻ എപ്പോൾ വേണേലും എന്നെ വന്ന് കാണാം, എവിടെ വെച്ചു. പക്ഷേ അതൊരു നല്ല സുഹൃത്തെന്ന നിലയിൽ മാത്രമായിരിക്കണം. അതിനു മുമ്പ് നമുക്കിടയിലുണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹമെല്ലാം ഞാൻ ഈ ഉടുപ്പിട്ടതോടുകൂടെ തീർന്നു.
ഇതാ മേരിയുടെ പുതപ്പല്ലേ? അല്ലേ? ആ അത് തന്നെ എനിക്കും അറിയേണ്ടത്. അവളുടെ ഒരു പുതപ്പ്. ആ ഇതാ പരമന്റെ ഭാര്യയല്ലേ? ഓളവിടെ ഇപ്പൊ രാവിലെ തന്നെ തുണി തൂക്കി പിടിച്ചോണ്ട് പോണ്. ഓ അതല്ല. നല്ല പരിചയ തുണിയാണ്. അതെ ചേട്ടാ. ചേട്ടാ എന്താ പ്രശ്നം? ആർക്കറിയാം? അറിയില്ലേ? പിന്നെ അങ്ങോട്ടേ വെച്ച് പിടിക്കുന്നു. ചേട്ടാ പറമ്പറ്റോള് നേരെ കള്ളുപേരുടെ വീട്ടിലേക്കാ. ഇന്ന് ഓറ്റ കാര്യം കണക്കാ. അടുത്ത പണി വരുന്നുണ്ട്. ആശാരേ എന്താടാ നിങ്ങളുള്ളതാ മറ്റേ കള്ളുമേരിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ട്? ആ എന്താണെന്നറിയില്ല, കയ്യിലൊരു തുണിയൊക്കെ ഉണ്ട്, കൂടെ കുറെ ആൾക്കാരും. എന്താ പറ്റി നേരത്തെ പറയല്ലടാ. ഇയാളുടെ ഒരു തോക്കും ഒടുക്കത്തെ വെടിവെപ്പും കിടന്നോടാ ഞാൻ. ഓ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ല, ഇത് എന്റെ പുതപ്പല്ലേ? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? രാവിലെ തുണി കഴിയപ്പോ ഞാനിത് എവിടെയെല്ലാം തിരക്കിന്നറിയോ? അതന്നെ എനിക്ക് അറിയേണ്ടത്. നിന്റെ ഈ പുതപ്പ് എങ്ങനെ എന്റെ വീട്ടിലെത്തിയത്? എന്താ പ്രശ്നം? ഓ വന്നോ? രാവിലെ തന്നെ ഈ തോക്കും പൊക്കി പിടിച്ച് ആര് വെടിവെക്കാൻ വന്ന മനുഷ്യ? എടി ഞാൻ കൊക്കിനെ വെടിവെക്കാൻ. നിങ്ങളുടെ ഒരു സത്യം പറ മനുഷ്യ, ഇവളെ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മളെ വീട്ടിൽ വന്നത്? നീ ഇതിനാണോ രാവിലെ ഇത് പൊക്കി പിടിച്ചോണ്ടിങ്ങോട്ട് വന്നത്? നിന്റെ ഒരു കാര്യം കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞോ. നിങ്ങൾ അറിയാതെ അവിടെ വരില്ല. എടി ഞാനത് ഇന്നലെ പന്നീനെ വെടിവെക്കാൻ വേണ്ടി പോയില്ലേ രാത്രി? പന്നീനെയാണോ അതോ എന്നിട്ട് വെടി വെച്ചു, പക്ഷെ കൊണ്ടില്ല. എന്നിട്ടെന്താ? വെടി കൊണ്ടില്ലല്ലോ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് പന്നീന്റെ മുഖമൊക്കെ അങ്ങ് ചോന്ന് തൊടുത്തിരിക്കുക, ദേഷ്യം പിടിച്ചിട്ടേ. പിന്നെ ഒരു 1.5 മണിക്കൂർ ഞാനും മേരിയും തമ്മിൽ, അല്ലല്ല ഞാനും പന്നിയും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നില്ലേ. പിന്നെ ദേഷ്യം പിടിച്ചവരെ എനിക്ക് എന്റെ സ്വഭാവം അറിയില്ലോ. ഒന്നും നോക്കില്ല, താലങ്ങ വിലങ്ങ അടിച്ചാൽ കൊന്നില്ലേ. അതിനല്ലേ നമ്മൾ ഇന്ന് രാവിലെ കറി വെച്ച് കൂട്ടിയത് എന്റെ പൊന്നേ. അതൊക്കെ ശരി, പക്ഷെ ഈ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നതെന്ന് എനിക്ക് അറിയണം. നിങ്ങൾക്കെന്താ നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റ് പറ്റത്തില്ലേ? എടി ഞാൻ പറഞ്ഞില്ലേ, പന്നിമേ മലപ്പിടുത്തം പിടിച്ചപ്പോ മേരിയ മുണ്ടാന്നത്, അതിലാകെ ചളിയായിരുന്നില്ലേ. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾ ഇവളുടെ വീട്ടിൽ തന്നെ വന്ന് കയറിയത്? എടി അതിപ്പോ എനിക്ക് പറയാൻ പറ്റുമോ പന്നീരോട്? മേരിയുടെ വീട് അവിടെയുണ്ട്, അതിലോടണ്ട, നമ്മുടെ വഴി ഓടിയാ മതിയെന്ന്. അപ്പോ ആ രാത്രിക്ക് നിങ്ങൾ തുണിയില്ലാട്ടോ മനുഷ്യ ആ വീട്ടിൽ ചെന്ന് കയറിയത്? അതാണല്ലോ പതിവ്. എന്റെ കർത്താവേ. എടി അത് പിന്നെ എന്നാ പിന്നെ ഈ ബെഡ്ഷീറ്റിന് വേറെ നിങ്ങൾക്കൊരു മുണ്ട് വാങ്ങി കൊടുത്തൂടായിരുന്നോ? അത് മുണ്ടാന്ന് ഞാൻ ഉടുത്തത്. അല്ല രാത്രി ആയതുകൊണ്ട് മനസ്സിലായില്ല മുണ്ടാന്നോ ബെഡ്ഷീറ്റാണോ എന്ന്. അല്ലേ മേരി? നിങ്ങളുടെ മുണ്ട് ഞാനിവിടെ കഴുകിയിട്ടിട്ടുണ്ട്, വേണേ എടുത്തിട്ട് പോ. ഓഹോ. മേരി എന്താടാ പോയി. എന്നെ ഇതുപോലെ വെടിവെക്കാൻ പഠിപ്പിക്കാമോ? ഞാൻ വെടിവെച്ചതിന്റെ ക്ഷീണം തീർത്തില്ല, അപ്പോഴാ അവന്റെ വെടി.